ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് ടോസ്റ്റ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? കുറച്ച് നാളായിട്ട് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് കേട്ടോ. സൗണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് കുറേ നാൾ മുന്നേ ലാസ്റ്റ് കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് അവസാനം നമ്മൾ ഇട്ടത്. പൂമ്പാറയിൽ നിന്നും മന്നവന്നൂരിലേക്കാണ് യാത്ര എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്ന് മന്നവന്നൂരിലേക്കുള്ള യാത്ര കാണാം. പൂമ്പാറയിൽ നിന്നും മന്നവന്നൂരിലേക്കുള്ള മെയിൻ റോഡ് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് ബോർഡുകളുണ്ട്. റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കൂക്കൽ ലേക്കിലേക്കാണ് പോകുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ മന്നവന്നൂരും ക്ലാവരയുമാണ് എത്തുന്നത്. അധികം ആൾക്കാർ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത രണ്ട് മനോഹരമായ ഗ്രാമങ്ങളാണ് മന്നവന്നൂരും ക്ലാവരയും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് മന്നവന്നൂരാണ് കേട്ടോ. നല്ല അടിപൊളി റോഡുകളാണ്, ഇച്ചിരി വെയിലുണ്ടേ. മുന്നോട്ട് അധികം തിരക്കൊന്നും ഇല്ലാത്ത റോഡുകളാണ്. ഒരു സൈഡിൽ കൃഷിസ്ഥലവും കാടുകളും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പതുക്കെ പോയാൽ നമുക്ക് ബോറടിക്കില്ലേ? കുറച്ച് സ്പീഡിൽ പോയല്ലോ. അങ്ങനെ കട്ട ബോറടിച്ച് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് താഴെ ടിൻ ഷീറ്റ് വിരിച്ച 2-3 വീടുകൾ കണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ തേയിലത്തോട്ടങ്ങൾ കാണാം. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടേതായിരിക്കും ആ വീടുകൾ എന്നാണ് കരുതുന്നത് കേട്ടോ. ചോദിക്കാനൊന്നും ആരും അങ്ങനെ റോഡിലില്ല. കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ രണ്ട് സൈഡിലും ധാരാളം വണ്ടികളൊക്കെ കാണുന്നുണ്ട്. ബിരിയാണി കിട്ടുന്ന ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്. മുന്നോട്ട് ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ട് കാണുമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇത്ര വണ്ടികളൊക്കെ. ഫ്രണ്ടിൽ എന്തോ ഒരു ബോർഡുണ്ട്. ഗോഡ് ഫാം ആണ് കേട്ടോ. ഇടയ്ക്കൊന്ന് കൺഫ്യൂഷനായി, ലേക്ക് കാണണോ അതോ ഗോഡ് ഫാം കാണണോ എന്നൊക്കെ. അവസാനം ഗോഡ് ഫാം കാണാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 20 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറണം. ഇതിൻ്റെ ഉള്ളിലാണ് പാർക്കിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം ആദ്യം. അധികം തിരക്കൊന്നുമില്ല കേട്ടോ, രാവിലെ തന്നെ വന്നതുകൊണ്ട് അധികം തിരക്കില്ല. ഇതൊരു വർക്കിംഗ് ഡേയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ ഒന്നും പറ്റത്തില്ല, നമ്മുടെ കയ്യിൽ പൈസ തന്നെ വേണം. അപ്പോൾ അവിടെ കയ്യിൽ ചേഞ്ച് ഇല്ലായിരുന്നു, നമ്മുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് മുന്നോട്ട് പോയി. തിരിച്ചു വരുമ്പോഴത്തേക്കും ചേഞ്ച് ആവും. ചെമ്മരിയാടുകളാണ് ഈ ഗോഡ് ഫാമിൽ മെയിനായിട്ടും ഉള്ളത് കേട്ടോ. അവർക്ക് മേയാനുള്ള പുൽത്തകിടികളാണ് ഇതൊക്കെ. ഇവിടെ ഇപ്പോൾ ചെമ്മരിയാടിനെ ഒന്നും കാണുന്നില്ല. കുറച്ച് ഉള്ളോട്ട് പോയാലായിരിക്കും കാണുക. ആദ്യം നമുക്ക് കാറൊന്ന് പാർക്ക് ചെയ്യാം. മെയിൻ എൻട്രൻസിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വരണം എന്ന് തോന്നുന്നു കാർ പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഇവിടെ കുറേ കാറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആദ്യം കാർ പാർക്ക് ചെയ്യാം. കാറൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ കുറേ ഫാമുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫാമിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കറിയത്തില്ല. മീൻസ് ടൂറിസ്റ്റുകളെല്ലാം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കൊടൈക്കനാൽ ആയതുകൊണ്ട് നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണെന്ന് വിചാരിക്കും, പക്ഷേ അല്ല കേട്ടോ, നല്ല ചൂടുണ്ട്, വെയിൽ നല്ല ശക്തിയുണ്ട്. അപ്പോൾ ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് കുതിരപ്പുറത്ത് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് സവാരി ചെയ്യാം. അപ്പോൾ നമ്മളതിൽ കയറിയില്ല. കുട്ടികളെയും കൊണ്ട് പലരും സവാരിക്കായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റ് കണ്ടത് റാബിറ്റ് ഷെഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് കൂടുകളിൽ റാബിറ്റുകളെ ഇങ്ങനെ ഇട്ട് വച്ചിട്ടുണ്ട്. ഇതാണ് റാബിറ്റ് ഫാം. അപ്പം ഇതൊന്നും പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങനെ തോന്നിയില്ല കേട്ടോ. മീൻസ് ഈ ചൂട് കൊണ്ട് ഇവരെല്ലാം ഭയങ്കരമായിട്ട് അങ്ങ് തളർന്നു. അപ്പം ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഷീപ്പിനെ കാണാനൊക്കെ വന്നിട്ട് ഷീപ്പിനെ ഒന്നും കണ്ടില്ല. കുറച്ച് പാവം റാബിറ്റ്സിനെ മാത്രമേ കണ്ടുള്ളൂ. ഇതാണ് മന്നവന്നൂർ ലേക്ക്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് വേറെയാണ് കേട്ടോ. നമ്മൾ വന്ന വഴിയല്ല, അവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴാണ് എൻട്രൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിലൊന്നും കയറുന്നില്ല, ഭയങ്കര ചൂടാണ്. രാവിലെ വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് ഇപ്പം ബോട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങാണ്. ടൂറിസ്റ്റുകൾ വരുന്നവരെല്ലാവരും കുതിര സവാരിക്ക് റെഡിയാണ്. കുതിരക്കാരന് നല്ല താല്പര്യമുണ്ട്, പക്ഷെ കുതിരയ്ക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് കുതിര കുറച്ചടഞ്ഞാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ വിശക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ചെറിയ കടകളുണ്ട്. ഇവിടെ ചോളം, പിന്നെ പാഷൻ ഫ്രൂട്ട്, കരിക്ക്, നല്ല ഫ്രഷ് ക്യാരറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് മുന്നോട്ട് പോവാം. ഇതുവരെയും നമ്മളിവിടെ കാണാൻ വന്ന ആളെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പാർക്കിങ്ങിൽ നിന്ന് കാറൊക്കെ എടുത്ത് മുന്നോട്ട് പോവാണ്. അപ്പോൾ അവിടെ ഒരു ചേച്ചിയെ കണ്ടപ്പോൾ ചെമ്മരിയാട് എവിടെ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ഇപ്പം ചെമ്മരിയാടുകളെ മേയാൻ വിടുന്ന സമയമാണ്, പുൽത്തകിടിയിൽ കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്.
ഇവിടെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും പുൽത്തകിടിയിൽ നല്ല സുന്ദര കുട്ടപ്പന്മാരായ ചെമ്മരിയാടുകൾ മേയുന്നത് കണ്ടു. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതൊക്കെ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ആളുകളെ കണ്ടാൽ പേടിയൊന്നും അവർക്കില്ല കേട്ടോ. ലാസ്റ്റ് അങ്ങനെ നമ്മൾ ചെമ്മരിയാടുകളെയൊക്കെ കണ്ടു. ഇത്ര അടുത്ത് ചെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. നമ്മൾ ചെമ്മരിയാടിനെ കാണാനും അവിടെ വീഡിയോ എടുക്കാനും വേണ്ടി മാത്രമാണ് ഈ ഫാമിനുള്ളിലേക്ക് കയറിയത്. അല്ലാതെ റാബിറ്റ്സിനെ കാണുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലും ഇഷ്ടംമാതിരി ഉണ്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞപ്പം അവർ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം അങ്ങ് സമ്മതിച്ചു. DSLR ദൂരെ നിന്നൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അതാണ് കണ്ടത്. അടുത്തേക്ക് ചെന്ന് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും എടുത്തു. ഇനി നമ്മളിവിടുന്ന് പോവാണ് നെക്സ്റ്റ് പ്ലേസിലേക്ക്. മന്നവന്നൂർ ലേക്ക് പോകുന്ന വഴിക്ക് കാണുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു കാര്യം, മന്നവന്നൂരിലേക്ക് ഷീപ്പ് ഫാം മാത്രം കാണാനായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഷീപ്പിനെ കാണാൻ പറ്റിക്കോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ കാണാം, കാണാതിരിക്കാം. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ വരാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് ആകെ പ്രശ്നമാവില്ലേ, അതുകൊണ്ടാണ്. ഷീപ്പ് ഫാമിന് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ മന്നവന്നൂർ എക്കോ ടൂറിസം എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. അതാണ് മെയിൻ എൻട്രി. നേരത്തെ മുകളിൽ നിന്ന് മന്നവന്നൂർ ലേക്ക് കാണിച്ചില്ലേ, അവിടുത്തെ ബോട്ടിങ്ങിലേക്കുള്ള എൻട്രി ആണ്. അപ്പോൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലേക്കിലൂടെ ബോട്ടിങ്ങിന് പോവാം. ഇവിടെ അടുത്ത് തന്നെ പാർക്കിങ്ങിനുള്ള സ്പേസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. നമ്മൾ ബോട്ടിങ്ങിന് കയറുന്നില്ല കേട്ടോ, കാരണം ഇനി നമുക്ക് നേരെ പൂണ്ടിയിലേക്കും കിലവരയ്ക്കും പോകാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പൂണ്ടിയിലെയും കിലവരയിലെയും മനോഹരമായ കാഴ്ചകളുമായി കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.